തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡ്ഡു മുൻ ആന്ധ്ര സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയത് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചാണെന്ന് ഭരണകക്ഷിയായ TDP. ഇത് തെളിയിക്കുന്ന ലാബ് റിപ്പോർട്ടും തെലുങ്കുദേശം പാർട്ടി പുറത്തുവിട്ടു. ഗുജറാത്ത് ആസ്ഥാനമായ NDDB കാഫ് ലിമിറ്റഡ് പുറത്തുവിട്ട തിരുപ്പതി ലഡ്ഡുവിന്റെ പരിശോധനാ ഫലമാണ് TDP വക്താവ് അനം വെങ്കടരമണ റെഡ്ഡി വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത്. തിരുപ്പതി ലഡ്ഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യുടെ സാമ്പിളിൽ പന്നിക്കൊഴുപ്പിന് സമാനമായ വസ്തുവും മത്സ്യ എണ്ണയും കണ്ടെത്തിയതായി ലാബ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നാണ് TDPയുടെ അവകാശവാദം. എന്നാൽ ഇതിനെ എതിർത്ത YSRCP TDPയുടെ ആരോപണം അന്വേഷിച്ച് സത്യാവസ്ഥ ഭക്തരെ ബോധ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിശ്ചയിക്കുന്ന ടീം അന്വേഷണം നടത്തണമെന്നാണ് YSRCPയുടെ ആവശ്യം. തിരുപ്പതി ലഡ്ഡു ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടാണെന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മൃഗക്കൊഴുപ്പിനൊപ്പം ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ലഡ്ഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നും YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. നെയ്യ് ഉപയോഗിക്കുന്നതിന് പകരം അവർ മൃഗക്കൊഴുപ്പാണ് ഉപയോഗിച്ചതെന്നും എന്നാൽ ഇപ്പോൾ ശുദ്ധമായ നെയ്യാണ് ഉപയോഗിക്കുന്നതെന്നുമായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ പരാമർശം. ക്ഷേത്രത്തിൽ എല്ലാം അണുവിമുക്തമാക്കിയിട്ടുണ്ടെന്നും ഇത് ലഡ്ഡുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. അമരാവതിയിൽ നടന്ന NDA നിയമസഭാ കക്ഷി യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു നായിഡു ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ജഗന്റെ YSR കോൺഗ്രസ് സർക്കാരിന് ഭക്തരുടെ മതവികാരം മാനിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ എക്സ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ആന്ധ്ര IT മന്ത്രി നാരാ ലോകേഷ് പറഞ്ഞത് വിവാദങ്ങൾക്ക് വീര്യം കൂട്ടുകയും ചെയ്തു. അപകടം നടത്ത YSR കോൺഗ്രസ് അതിരൂക്ഷമായി തന്നെ ആരോപണങ്ങളോട് പ്രതികരിച്ചു. 100 ദിവസം പിന്നിട്ട ചന്ദ്രബാബു സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങളെന്ന് YSRCP അധ്യക്ഷൻ YS ജഗൻമോഹൻ റെഡ്ഡി കുറ്റപ്പെടുത്തി. നായിഡുവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അതിനെ തള്ളിക്കളയുകയാണെന്നും YSRCP ജനറൽ സെക്രട്ടറി YV സുബ്ബാറെഡ്ഡിയും പറഞ്ഞു. വ്യാജ ആരോപണങ്ങളിലൂടെ 100 കോടി ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്താനാണ് നായിഡുവിന്റെ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതോടെയാണ് ആന്ധ്ര സർക്കാർ കഴിഞ്ഞ ജൂണിൽ നടത്തിയ പരിശോധനാ ഫലം പുറത്തുവിട്ടത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ലാബിൽ നടത്തിയ പരിശോധനയിൽ മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡ്ഡു നിർമ്മാണത്തിനുള്ള നെയ്യുടെ ടെൻഡർ കാലങ്ങളായി കർണാടകയിലെ സഹകരണ സ്ഥാപനമായ നന്ദിനിക്കായിരുന്നു. കഴിഞ്ഞ വർഷം ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകി. ഈ നെയ്യിലാണ് മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. തിരുപ്പതി ലഡ്ഡു തയ്യാറാക്കുന്നതിന്റെ പേരിൽ നിന്ദ്യമായ രാഷ്ട്രീയം കളിക്കുന്നതിന് TDPയെയും പ്രതിപക്ഷമായ YSRCPയും കടന്നാക്രമിച്ച് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് YS ശർമിളയും രംഗത്ത് വന്നിരുന്നു. ലഡ്ഡു ഉണ്ടാക്കാൻ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്നും ശർമിള ആവശ്യപ്പെട്ടു. 160 മുതൽ 180 ഗ്രാം വരെ ഭാരമുള്ള 3.5 ലക്ഷം ലഡുവാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് ദിവസേന വിറ്റഴിക്കുന്നത്. പയർ, കശുവണ്ടി, ഏലം, നെയ്യ്, പഞ്ചസാര, ഉണക്കമുന്തിരി എന്നിവയാണ് സാധാരണ രീതിയിൽ GA ടാഗിങ്ങിലുള്ള ലഡ്ഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. 1715 ഓഗസ്റ്റ് 2-നാണ് വെങ്കടേശ്വര ക്ഷേത്രത്തിൽ നിവേദ്യമായി ലഡ്ഡു സമർപ്പിക്കുന്ന രീതി ആരംഭിച്ചത്.